നാട്ടിൽ മൊത്തം നോട്ടുമാറൽ ഒരു പൊല്ലാപ്പായതിനിടെ CPM-കാരെയും സഹകരണ ബാങ്കുകാരെയും തറപറ്റിക്കാനാണ് മോദി നോട്ടുകൾ നിരോധിച്ചതെന്ന പുതിയ കണ്ടുപിടുത്തവുമായാണ് കേരള മോദി വലിയ രാജശേഖരൻ രംഗത്തെത്തിയത്. അച്ചുമാമൻ സർക്കാരിൻ്റെ കാലത്ത് 2 കണ്ടെയ്നറുകളിലായി കള്ളനോട്ട് കേരളത്തിലേക്ക് എത്തിയതിനെ ചോദ്യം ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. VS-ന്റെ വിശ്വസ്തനും വിശ്വാസം കൂടിയപ്പോൾ പാർട്ടിക്ക് പുറത്താവുകയും അതിനുശേഷം നാട്ടുകാരുടെ മൊത്തം വിശ്വസ്തനുമായ സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ചാണ് കുമ്മനത്തിൻ്റെ ചോദ്യാവലി. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കള്ളപ്പണത്തേക്കാൾ കൂടുതൽ പണം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഉണ്ടെന്നും കുമ്മനം ഇതിലൂടെ കണ്ടെത്തിക്കളഞ്ഞു. ഇതോടെ ഇടതുപാളയം ഞെട്ടിവിറച്ചു. കഴിഞ്ഞ LDF-ന്റെ ഭരണകാലത്ത് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വളരെ വിശ്വസ്തനും അടുത്ത പ്രവർത്തകനും PA-യും ഒക്കെ ആയിരുന്ന സുരേഷ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ കേരളത്തിൽ 2 കണ്ടെയ്നറുകളിൽ കള്ളനോട്ടുകൾ എത്തിയിരുന്നുവെന്നും ആ വിവരം അന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ADGP ജേക്കബ് പുന്നോസ് അത് വ്യക്തമാക്കിയിരുന്നുവെന്നും ആ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടെന്നും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാസ്തവത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 കണ്ടെയ്നർ കള്ളനോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരം പറയാനുള്ള ബാധ്യത LDF-ന്റെ നേതാക്കന്മാർക്കുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും അതോടൊപ്പം തന്നെ അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ അതിന് മറുപടി പറയണം. കാരണം ഇത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. ഒന്ന്, അത് കാണാനില്ല എന്ന് പറയുന്നു ആ കണ്ടെയ്നർ. മറ്റൊന്ന് പറയുന്നത് അത് മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്നതാണ്. ഈ പണം എവിടേക്ക് പോയി? സഹകരണ സംഘങ്ങളിൽ അന്ന് ചുമതല വഹിച്ചിരുന്ന സഹകരണ സംഘങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ട് പണമിടപാടുകളെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഈ പണം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കാതെ അന്നും ഗവൺമെൻറ് ഇരുട്ടി തപ്പിയത്. ഈ വാർത്തകൾ വന്നപ്പോഴും എന്ത് നടപടിയാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്? ഈ പണം ഇന്ന് വ്യാപകമായി ആരോപണ വിധേയമായിട്ടുള്ള കള്ളപ്പണങ്ങൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ അന്നത്തെ ഭരണകാലയളവിൽ ഈ പണം, ഈ കണ്ടെയ്നറിൽ വന്ന പണം എവിടെ നിക്ഷേപിച്ചു എന്ന് പറയാൻ ഉള്ള ബാധ്യത മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുണ്ട്. ഇന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനുമുണ്ട്. കേരളത്തിലെ പാവപ്പെട്ടവരുടെ പണത്തിന് വിലയില്ലാതായി പോയതിൻ്റെ കാരണം ഇത്തരത്തിൽ സമാന്തരമായി സമ്പദ്ഘടന കെട്ടിപ്പൊക്കിയ വളർത്തിക്കൊണ്ടുവന്ന ഇതുപോലുള്ള കള്ളനോട്ടടിക്കാരും കള്ളപ്പണക്കാരും മാത്രമാണ്, അവരുടെ സാമ്രാജ്യമാണ് അതിന് കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിൽ മാത്രം പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് മാത്രമായി ഒരു പ്രത്യേകമായ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. സഹകരണത്തിൽ വല്ലാതെ കയറി പിടിച്ചപ്പോൾ പിണറായിക്ക് കൊണ്ടു. നേരെ നിൽക്കാൻ പറ്റാത്തവർ മാരത്തോൺ ഓടി എന്ന് പറയരുതെന്ന് കുമ്മനത്തെ മുഖ്യൻ ബോധിപ്പിച്ചു. CPM നേതൃത്വത്തിൽ ധാരാളം സഹകരണ ബാങ്കുകളുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്താൻ സഹകരണ സംഘങ്ങൾ തയ്യാറാവണം. ജില്ലാ ബാങ്കിനുള്ള അനുമതി അടക്കം എടുത്തു കളഞ്ഞു. പ്രൈമറി ബാങ്കുകൾ ഈ ഇടപാട് നടത്താൻ പാടില്ല എന്നും പറഞ്ഞു. ഇത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസം വളരെ വലുതാണ്. അങ്ങനെ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പറ്റും. എന്തുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ ആ കാര്യത്തിൽ നിസ്സഹകരിക്കുന്നത്? കാരണം എല്ലാ കർഷകരുടെയും ഇടപാടുകൾ നടക്കുന്നത് പ്രൈമറി ബാങ്കുകളിലൂടെയാണ്.
അപ്പോൾ പണം സ്വീകരിക്കില്ല എന്ന നില വന്നതോടെ വായ്പ അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഇടപാടുകൾ നടത്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പൂർണ്ണ സ്തംഭനത്തിലേക്ക് കേരളത്തിലെ പ്രൈമറി ബാങ്കുകൾ നീങ്ങുകയാണ്. ഇവിടെ 40 ലക്ഷത്തോളം സഹകരണ ബാങ്കുകൾ ഇടപാടുകാരുണ്ട്. ആ സഹകരണ 40 ലക്ഷം പേരും കുറ്റക്കാരാണെന്നൊന്നും ആരും പറയില്ല. ഒരു 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് അവരുടെ സോഴ്സ് വെളിപ്പെടുത്താതെ ആ അക്കൗണ്ടുകൾ ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ വിധേയമാക്കണം. ഈ ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് 2 കണ്ടെയ്നറിൽ വന്ന ആ നോട്ട് എവിടെ പോയി? അന്ന് ഭരിച്ചിരുന്ന LDF സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നു. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവരുത്തരം പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്ന ശ്രീ A. സുരേഷാണ്. എന്തായാലും കുമ്മനം തീ കൊളുത്തിയ ആരോപണത്തിൽ പണം കണ്ടെത്തിയില്ലെങ്കിലും ആ കണ്ടെയ്നറുകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കോടിയേരിക്കും കൂട്ടർക്കുമുണ്ട്. അതിനായി കാത്തിരുന്നു കൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് ഒന്നുകൂടി കടക്കാം. തണുപ്പുകാല സമ്മേളനത്തെ ചൂടാക്കി പാർലമെന്റിൽ നോട്ട് ചർച്ച. എല്ലാം ശരിയാക്കുമെന്ന് നരേന്ദ്രമോദിയും കണ്ണു തുറപ്പിച്ചത് മലയാളികളാണെന്നും മോദി. എല്ലാം കെട്ടിയെടുത്ത് ഓടിയെടുത്തവർ ബാങ്കിന് മുന്നിൽ ആൾക്കൂട്ടത്തിൽ വന്ന് കിടക്കുന്നു. ബിയറടിച്ച് ദരിദ്രനായ മല്യയുടെ കടങ്ങൾ എഴുതിത്തള്ളി സർവസ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കൂടി 500 രൂപയിൽ താഴെ വിലയുള്ള ഒരു പാവം നിർധനനായി ഈ നിൽക്കുന്നത്. മല്യ മുത്താണെന്ന് BJP, കിട്ടിയാൽ പഞ്ഞിക്കിടുമെന്ന് DYFI. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചക്കുറ്റ്, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. ദാരിദ്ര്യത്തിനിടെ വമ്പൻ വാർത്തയിൽ തീ പകർന്ന് കുമ്മനം. A. സുരേഷ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞെട്ടൽ മാറാതെ ഇടതുപാളയം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കി സുരേഷ്. നോട്ട് വിവാദങ്ങളും ചർച്ചകളും നാട്ടിൽ കത്തിപ്പടരുമ്പോൾ ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങി. മണ്ഡല മകരവിളക്ക് കാലം സുഖവാസകാലമാക്കാനുള്ള തത്രപ്പാടിലാണ് പിണറായി. അതിൻ്റെ ആദ്യ പടിയായി അയ്യപ്പ ഭക്തന്മാരെ വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള നടപടികൾക്കും തുടക്കമായി. ഇതിനായി സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞു. ആറന്മുളയിൽ മുടങ്ങിയത് ശബരിമലയിൽ തെളിയും. PC ജോർജ് നേരത്തെ തന്നെ പുതിയ പദ്ധതികൾക്കായി പണപ്പിരിവ് ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇത്തരം നല്ല കാര്യങ്ങൾക്ക് സർക്കാർ ഇറങ്ങുമ്പോൾ പ്രതിപക്ഷ BJP ഇത്യാദികളുടെ അഭിപ്രായം കൂടി കേട്ടാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നല്ല നമസ്കാരം.